പോക്സോ വന്നപ്പം ആ കുട്ടിയുടെ പേരടക്കം TV ചാനലിൽ പറഞ്ഞു. ഇവിടെ ഏതെങ്കിലും പോലീസുകാരെ പരാതി എടുത്തു? അതായത് ശ്രീ മുകേഷ് MLA-ക്കെതിരെ ഒരു സ്ത്രീ പരാതി കൊടുത്തു. ഇവർക്കെതിരെ കുറച്ചു കാലം കഴിഞ്ഞ് വേറൊരു പെൺകുട്ടി, ഒരു അണ്ടർ ഏജ് പെൺകുട്ടി ഇവർക്കെതിരെ പരാതി കൊടുത്തു. ആ സ്ത്രീ ന്യൂസ് ചാനലിൽ ഞാനും കൂടി ഇരിക്കുന്ന ഡിബേറ്റിൽ, പേര് പറയാൻ ന്യൂസ് 18-ന്റെ ഡിബേറ്റിൽ ആ സ്ത്രീ മറ്റേ പെൺകുട്ടിയുടെ പേര് പറഞ്ഞു. ചാനൽ ആങ്കർ അടക്കം കണ്ണു ചിമ്മി പോലും ഇല്ല. അതെന്താ? ഒരു ആണിന് സ്വന്തം നിരപരാധിത്വം പറയാൻ പോലും പേടിയാണ്. നിരപരാധിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ എന്തെങ്കിലും വിചാരിക്കുമോ? ഒരു സ്ത്രീക്ക് പോക്സോ കേസ് തനിക്കെതിരെ കൊടുത്ത പെൺകുട്ടിയുടെ പേര് വരെ പറയാം. ഈ നാടിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ തികച്ചും വൺ സൈഡഡ് ആണ് നിയമങ്ങൾ. അവിടെയാണ് നമ്മൾ പുരുഷ കമ്മീഷനിൽ പറയുന്നത്. ഇതിന്റെ ആദ്യ വരി ഞാൻ വായിക്കാം. അതായത് ഭംഗിക്ക് പറയുന്നതല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. എൽദോസ് കുന്നപ്പള്ളിക്ക് ഓൾറെഡി ഇത് കൊടുത്തിട്ടുണ്ട്. ഫെബ്രുവരി 7-ന് ഹിയറിംഗ് കിട്ടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഫെബ്രുവരി 7-ന് വീണ്ടും അസംബ്ലി തുറന്നു. സ്വകാര്യ ബില്ലായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇപ്പുറത്തെ കണ്ടാൽ അദ്ദേഹം കൊടുത്ത ഒഫീഷ്യൽ ലെറ്ററിന്റെ ഇതുണ്ട്. ഒഫീഷ്യൽ ലെറ്ററിന്റെ കോപ്പി സ്പീക്കർ കൊടുത്ത ഒഫീഷ്യൽ ലെറ്ററാണ്. സ്പീക്കർ അനുമതി തരുമെന്നും ഫെബ്രുവരി 7-ന് അവതരിപ്പിക്കാൻ കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇതിലെ